ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 10 എഫെസ്യ ലേഖനത്തെയും കൊലോസ്യ ലേഖനത്തെയും അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളാണ് നാം ഈ ക്വാർട്ടർ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പാഠത്തിൻ്റെ തലവാചകം ക്രിസ്തുവിൽ പൂർണ്ണരാകുക. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബദ് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്തെ, ദേഹം എന്നുള്ളതോ ക്രിസ്തുവിനുള്ളത്. ഇന്നത്തെ ഈ പാഠപഠനത്തിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെയും ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി പോറ്റി കൃപയെ ഓർത്തു അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, തിരുവചനം പഠിക്കുവാനായി ഞങ്ങൾ തിരുമേനിയുടെ അടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണം. പരിശുദ്ധാത്മ നിറവോടെ നിറയ്ക്കണം. കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിക്കണം. അടിയനെയും അനുഗ്രഹിക്കണം. പാഠം നന്നായി പഠിക്കുവാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണം. ദൈവമേ, പാഠം വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിനനുസരണമായി ജീവിക്കുവാനുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് നൽകണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ നാമത്തിൽ ചോദിക്കുന്നു. അത് ഞങ്ങൾക്ക് കേട്ട് ഉത്തരം നൽകണം. എല്ലാം യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ പൂർണ്ണരാകുക എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബദ് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നുള്ളതോ ക്രിസ്തുവിനുള്ളത്. കൊലോസ്യർ 2:16-17. ശരിക്കും ആഹാര കാര്യങ്ങളിലെ ന്യായപ്രമാണത്തിന് പ്രത്യേക നിബന്ധനകളുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായവും ആവർത്തന പുസ്തകം 14-ാം അധ്യായവും അനേക നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകി തരുന്നുണ്ട്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്നുള്ള ഭാഗത്തെക്കുറിച്ച്. ഉദാഹരണമായി, മൃഗങ്ങളിൽ കുളമ്പ് വിരിഞ്ഞവ, അയവിറക്കുന്നവ, മത്സ്യഭാഗങ്ങളിൽ ചെതുമ്പലും ചിറകും ഉള്ളത്, ഒരു കാരണവശാലും രക്തത്തോടുകൂടി മാംസം ഭക്ഷിക്കരുത് എന്നീ എല്ലാ നിർദ്ദേശങ്ങളും ശരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നുണ്ട്. ലേവ്യ 11-ാം അധ്യായത്തിലും ആവർത്തനം 14-ാം അധ്യായത്തിലും. സഭയിലെ ചില വ്യാജ ഉപദേഷ്ടാക്കൾ അവർ പഠിപ്പിച്ച തെറ്റുകളെ അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാജ പഠിപ്പിക്കലുകളെ തത്വചിന്തയെന്നോ അല്ലെങ്കിൽ മനുഷ്യരുടെ പാരമ്പര്യമെന്നോ ലോകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെന്നോ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് അനുസൃതമല്ലാത്ത പാഠങ്ങളാണ് തെറ്റായ ഉപദേഷ്ടാക്കൾ പഠിപ്പിച്ചിരുന്നത്. ഇതിനെ മാറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലൻ്റെ ഉദ്ദേശം. അതിൽ പരിച്ഛേദനയുണ്ട്, യഹൂദ ഉത്സവങ്ങളുടെ ആചരണമുണ്ട്. കൊലോസ്യർ 11-16 വാക്യങ്ങളിൽ യഹൂദ വിശുദ്ധിയുടെ ആചാരങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഉൾപ്പെടുന്നു. അതിൽ ഈ തെറ്റായ ഉപദേശങ്ങളിൽ മാലാഖമാരെ ആരാധിക്കുന്നതിൻ്റെ ആവശ്യകതയും ഇവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ മാലാഖമാരെ ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം സൃഷ്ടിപ്പിൽ മാലാഖമാരും പങ്കെടുത്തു എന്നുള്ള ഒരൊറ്റ കാരണവശാൽ ആണ് അവർ പറയുന്നത്. ശരിക്കും അതിൽ മനുഷ്യരുടെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു അവരുടെ ആരാധന. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും. ഇയ്യോബ് 28:12 ജ്ഞാനം എവിടെ കണ്ടെത്താം, വിവേകത്തിൻ്റെ സ്ഥാനം എവിടെ എന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ ചോദിക്കും, ജ്ഞാനം എവിടെ കിട്ടും, വിവേകത്തിൻ്റെ സ്ഥാനം എവിടെ? അതിൻ്റെ ഉത്തരമാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. കൊലോസ്യർ 2:3
അപ്പോസ്തലൻ പറയുന്നത് ഇതെല്ലാം ക്രിസ്തുവിലുണ്ട് എന്നാണ് പറയുന്നത്. ജ്ഞാനവും വിവേകവുമെല്ലാം ക്രിസ്തുവിലുണ്ട് എന്ന് അപ്പോസ്തലൻ പറയുന്നു. കൊലോസ്യർ 2:3 ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സകല നിക്ഷേപങ്ങളും അവനിൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോസ്തലൻ. എന്താണ്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സകല നിക്ഷേപങ്ങളും അവനിൽ മറിഞ്ഞിരിക്കുന്നു. നമുക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, എല്ലാമുണ്ട്. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും ദൈവമർമ്മം എന്ന് ഫിലിപ്പിയർ 2:2 അപ്പോസ്തലൻ പറയുന്നു. എല്ലാറ്റെയും ക്രിസ്തുവാണ് ദൈവമർമ്മം എന്ന്. ഫിലിപ്പിയർ 2:2 പറയുന്നത് അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്തിനായിട്ടാണ്? അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ. അപ്പോസ്തലൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവമക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും ഇത് രണ്ടും പ്രാപിക്കണം. അതിനുവേണ്ടി അപ്പോസ്തലൻ പോരാടുന്നു എന്ന് പറയുന്നുണ്ട്. വിശ്വാസികൾ ഇതൊക്കെ പ്രാപിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്നുണ്ട് അപ്പോസ്തലൻ. കൊലോസ്യർ 2:17 ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ ആചാരങ്ങളെല്ലാം വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിഴലത്രേ. ന്യായപ്രമാണത്തെ സകല കാര്യങ്ങളെല്ലാം ഈ കൃപായുഗത്തിലെ കാര്യങ്ങളുടെ നിഴലായിരുന്നു. അതായത് ന്യായപ്രമാണം യേശുവിനെ പ്രതിബിംബിക്കുന്നു. ശരി, ന്യായപ്രമാണ കാലത്തിലെ കാര്യങ്ങളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്? ഫോർ എക്സാമ്പിൾ, അവരുടെ ഉത്സവാചാരങ്ങൾ, ശബദാചാരങ്ങൾ, അവരുടെ യാഗങ്ങൾ, ബലിയ വഴിപാട്, ഇതെല്ലാം കൃപായുഗത്തിലെ കാര്യങ്ങളുടെ നിഴലായിരുന്നു. അതായത് ന്യായപ്രമാണം യേശുവിനെ പ്രതിബിംബിക്കുന്നു. ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവെന്ന ശരീരത്തിൻ്റെ നിഴലുകളായിരുന്നു ന്യായപ്രമാണം എന്നർത്ഥം. ദേഹം മുഴുവനും ക്രിസ്തുവിനുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും ന്യായപ്രമാണത്തിലുള്ള എല്ലാ പറഞ്ഞാൽ ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ നിഴലുകളായിരുന്നു ന്യായപ്രമാണം എന്നർത്ഥം. പഴയ നിയമ നിഴലുകളുടെ എല്ലാം പൊരുൾ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ നിഴലുകളായിട്ടുണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും പൊരുൾ അത് ക്രിസ്തു അത്രേ. കൊലോസ്യ വിശ്വാസികളെ വ്യാജ പഠിപ്പിക്കലുകൾ തിരിച്ചറിയുവാൻ സഹായിക്കുക മാത്രമല്ല, അവരെ പൗലോസിൻ്റെ ആഗ്രഹപ്രകാരം ക്രിസ്തീയ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുക എന്നും കൂടിയുണ്ട്. അപ്പോൾ കൊലോസ്യ ലേഖനമൊക്കെ എഴുതിയതിൻ്റെ ആവശ്യം അവിടെയുള്ള വിശ്വാസികളെ സകലവിധമായ ഈ പരീശന്മാരുടെ നോസ്റ്റിക് ചിന്താഗതിക്കാരുടെ ഒക്കെ വ്യാജ പഠിപ്പിക്കലുകൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ സഹായിക്കുക മാത്രമല്ല, അവരെ ക്രിസ്തീയ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും വേണം. സഭാവിശ്വാസികളെയെല്ലാം ക്രിസ്തീയ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും വേണം. അത് പൗലോസിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പൗലോസ് പലപ്പോഴും ഈ കൊലോസ്യ വിശ്വാസികളെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? കൊലോസ്യർ 2:5 അത് നമ്മൾ കാണുന്നു. നിങ്ങളുടെ നല്ല ക്രമത്തിനും ക്രിസ്തുവിലുള്ള ഈ കാര്യങ്ങൾക്കാണ് അപ്പോസ്തലൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ല ക്രമത്തിനും ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്കും കൊലോസ്യ വിശ്വാസികളെ അപ്പോസ്തലൻ പ്രശംസിച്ചു. അവർക്ക് നല്ല ക്രമമുണ്ടായിരുന്നു. എല്ലാം ചന്തവും ഉചിതമായി തന്നെ നടക്കണമെന്നാണ്. അവർക്ക് നല്ല ക്രമമുണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിന് സ്ഥിരതയുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്ക് അപ്പോസ്തലൻ അവരെ പ്രശംസിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ക്രമം എന്ന് പറയുന്നത് അഹരോൻ്റെ പൗരോഹിത്യ ക്രമവും മൽക്കീസേദെക്കിൻ്റെയും പൗരോഹിത്യ ക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് സഭയിലെ സ്വാതന്ത്ര്യത്തിനും ക്രമത്തിനും ബാധകമാക്കുന്നു. ശരിക്കും ആരാധനയിലെ ശരിയായ മാന്യത നിർദ്ദേശിക്കുന്നതിലൂടെ അപ്പോസ്തലനാണ് ആരാധനയിൽ ശരിയായ മാന്യത നിർദ്ദേശിക്കുന്നതിലൂടെ സഭയിൽ ക്രമം നിലനിർത്തുവാൻ അപ്പോസ്തലൻ വളരെ ശ്രദ്ധാലുവായിരുന്നു.
അത് അപ്പോസ്തലൻ മാത്രമല്ല, നമ്മുടെ സഭയിലാണെങ്കിലും ആരാധനയ്ക്ക് എല്ലാ ക്രമമുണ്ട്. എവ്രിത്തിങ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സഭയിലാണെങ്കിലും നമ്മൾ ആദ്യം ഗാന ശുശ്രൂഷയുണ്ട്, പിന്നെ ശാബത്ത് സ്കൂളുണ്ട്, അതിനുശേഷം പ്രത്യേക പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം പിന്നെയും ഗാന ശുശ്രൂഷയുണ്ട്, ദിവ്യ ആരാധനയുണ്ട്. ഇതെല്ലാം ക്രമവും ചന്തമായി നടക്കുക. അതിന് നിർദ്ദേശിക്കുന്ന അപ്പോസ്തലനത് അത്രമാത്രം മാന്യമായി നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 11 പ്രത്യേകിച്ച് മൂപ്പന്മാരെയും ഡീക്കന്മാരെയും എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും വ്യക്തമാക്കുന്നു. ഒന്നും അലങ്കോലമായി പോകുവാനോ അസ്ഥാനത്തായി പോകാനോ പാടില്ല. പകരം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നതിന് പോലും അടിസ്ഥാന തത്വങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11 ഇത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മൂപ്പന്മാരെയും ഡീക്കന്മാരെയും ഒക്കെ എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്താണ് അടിസ്ഥാനം, എന്ത് മാന്യതയാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. പൗലോസിൻ്റെ സഹകാരികളിൽ നിന്നും കൊലോസ്യർക്ക് ലഭിച്ച ശരിയായ പഠിപ്പിക്കലിൻ്റെ ഫലമായി അവർക്ക് വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടായി. അപ്പോൾ അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ കൂടിയും അപ്പോസ്തലൻ്റെ സഹകാരികളായിരുന്നവർ കൊലോസ്യ സഭയിൽ ചെന്ന് അവരെ വചനം പഠിപ്പിച്ച് അവരെ വിശ്വാസമുള്ളവരായി പ്രത്യേകമായിട്ടുള്ള ക്രമം പഠിപ്പിച്ചതുകൊണ്ട് അവർ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരുന്നു എന്ന് പറയുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ, തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ, ക്രിസ്തുവിൽ വേരൂന്നിയതും വളർന്നതും, അതാണ് തലവാചകം. വേരൂന്നുക, വളരുക. കൊലോസ്യർ 2:6 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അപ്പോൾ അത് വളരെ കാര്യമാണ്, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഇവിടെ അപ്പോസ്തലൻ കൊലോസ്യ വിശ്വാസികളെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം അവർക്ക് മുന്നോട്ട് പോകണമെന്നുള്ളതിന് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവർ തുടർന്നു പോകേണ്ട വിശ്വാസ സ്ഥിരതയെ അതും എങ്ങനെ ചെയ്യണം, അതെങ്ങനെ കാത്തു സൂക്ഷിക്കണം, അവരുടെ വിശ്വാസ സ്ഥിരത നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതെങ്ങനെ തുടർന്നു കൊണ്ടുപോകണമെന്നുള്ള നല്ല അറിവ് കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്നറിയാമോ? ദൈവത്തോടുകൂടെ നടക്കുക. ഇപ്പം ദൈവം നമ്മുടെ മുന്നിലുണ്ടോ കൂടെ നടക്കാൻ? അല്ല. ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ മുന്നേറുക എന്നാണ്. ഒരു വിശ്വാസം മുന്നേറുമ്പോൾ അവൻ്റെ നടപ്പ് ക്രിസ്തുവിനോടുകൂടെയാണ്. മറ്റെന്തിനേക്കാളും ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നാൽ ക്രിസ്തുവിനെ സ്വയം പൂർണ്ണമായി സമർപ്പിക്കുക എന്നാണ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ക്രിസ്തുവിനോടുകൂടെ നടക്കാൻ കഴിയുന്നത്? അത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ സ്വയം പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ യേശുവിനെയും വചനത്തെയും വേർതിരിക്കാനാകില്ല. യേശു പ്രത്യേകമായിട്ട് നിൽക്കുന്നില്ല, തിരുവചനം പ്രത്യേകമായി നിൽക്കുന്നില്ല. ഇവ രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. മനസ്സിലായില്ലേ? തിരഞ്ഞെടുപ്പുകളിലൂടെ മാത്രമേ, നല്ല തിരഞ്ഞെടുപ്പുകളിലൂടെ മാത്രമേ നമുക്ക് യേശുവിനെ അറിയാൻ കഴിയുള്ളൂ. തിരുവചനത്തിലൂടെ മാത്രമേ, തിരുവെഴുത്തുകളിലൂടെ മാത്രമേ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയൂ. അപ്പം നാം എന്താ ചെയ്യേണ്ടത്? നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കണം, തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ച് നമ്മൾ എല്ലാ ദിവസവും തിരുവെഴുത്ത് പഠിക്കണം. നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ കൂടെ ഒപ്പം നടക്കും. അപ്പോൾ നമുക്ക് ദൈവത്തെ നന്നായി അറിയുവാൻ കഴിയും. നാം അവനിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും അവൻ്റെ വചനവും അവൻ്റെ ആത്മാവും നമ്മെ നയിക്കാൻ നാം അനുവദിക്കണം. അപ്പം ശരിക്കും അവനിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും അവൻ്റെ വചനം ഉണ്ടാവണം, അവൻ്റെ ആത്മാവും നമ്മളെ ഭരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നടക്കുവാൻ കഴിയൂ. കൊലോസ്യർ 2:7 അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറപ്പ് സ്തോത്രത്തിൽ കവിഞ്ഞു മിരിപ്പി എന്ന് പറയുന്നത്. ഇതൊരു വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നൊരു വചനഭാഗമാണ്. അവനിൽ വേരൂന്നണം, ആത്മീക വർധന പ്രാപിക്കണം, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം.
പിന്നെയോ കവിഞ്ഞൊഴുകുന്ന സ്തോത്രം നിങ്ങളിൽ നിന്നുണ്ടാവണം. സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. കൊലോസ്യർ 2:7. എനിക്ക് തോന്നുന്നു അതെല്ലാ ദിവസവും എല്ലാ വിശ്വാസികളും ഇത് വായിക്കണമെന്ന് തോന്നുന്നു. അവരിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. വേരൂന്നുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ വേരൂന്നുക എന്ന് പറയുന്നത് നമ്മുടെ മാനസാന്തര സമയത്ത് സംഭവിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസ ജീവിതത്തിൽ വേര് ഊന്നുകയാണ്. ക്രിസ്തുവിൽ നിന്നും ലഭിക്കണം. അതെന്താണ്? വേരൂന്നിന് ആവശ്യമായ എല്ലാ പോഷണവും നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കണം. അല്ലാതെ നമുക്ക് വളരാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മളുടെ മാനസാന്തര സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ആ വേരൂന്നുക എന്ന് പറയുന്ന അനുഭവം, അത് ക്രിസ്തുവിൽ നിന്നും നമ്മൾക്ക് പോഷണം സ്വീകരിച്ച് നമ്മൾ നടക്കണം. അത് ലഭിക്കണം. പോഷണം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കണം. അങ്ങനെ ആഴത്തിൽ വേരൂന്നിയെങ്കിൽ മാത്രമേ ആഞ്ഞടിക്കുന്ന കാറ്റിൽ നാം അലയാതെ ഉറച്ചു നിൽക്കൂ. മനസ്സിലായില്ലേ? എത്ര ആത്മീയ വർധന നൽകുന്ന ഭാഗമാണ് ഈ കൊലോസ്യ ലേഖനം മുഴുവനും. വേരൂന്നുക മാത്രമല്ല, നമ്മളെ വേറെ ഒന്നുകൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആത്മീക വർധന പ്രാപിക്കണമെന്നും കൂടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ആത്മീക വർധന നമ്മൾ പ്രാപിക്കണം. പിന്നെയോ സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മളത് പ്രാപിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ കർത്താവിനെ സ്തുതിക്കണം, സ്തോത്രമർപ്പിക്കണം. അപ്പം വേരൂന്നുക മാത്രമല്ല, ആത്മീയ വർധന പ്രാപിക്കണം, വിശ്വാസത്തിൽ ഉറച്ച സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണമെന്ന് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തെ പോലെയാണ്. അതിന് വേരാഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകണം, ഉറച്ചു തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പോലും അവൻ്റെ വേരറ്റുപോകത്തില്ല. ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ശക്തമായ അടിസ്ഥാനമുള്ള ഒരു കെട്ടിടത്തെ പോലെ, വളരെ അതിശക്തമായ അടിസ്ഥാനമുള്ള ഒരു കെട്ടിടത്തെ പോലെയാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം. അത് ഉലയുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ശരിക്കും അവൻ്റെ സ്തോത്രാർപ്പണം നിറഞ്ഞു കവിയുന്നതും കൂടെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമ്മുടെ എല്ലാ വിശ്വാസികളിലും എല്ലാ വിശ്വാസ വിഭാഗങ്ങളിലും സ്തോത്രം പറയുന്നതിന്, ഹല്ലേലൂയ പറയുന്നതിനുമൊക്കെ വാ തുറക്കുക, ഈവൻ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പറയാൻ പോലും മനുഷ്യർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷെ അപ്പോസ്തലൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത് നിന്റെ സ്തോത്രാർപ്പണം എന്ന് പറയുന്നത് അത് നിറഞ്ഞു കവിയുന്നതായിരിക്കും, നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് ആയിരിക്കണം. ഒരു ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ യെശയ്യാവ് പ്രശംസിക്കുന്നത്, അല്ല യശയ്യാ പറയുന്നത് അവനെക്കുറിച്ച് യെശയ്യാവ് 61:3 നിത്യവൃക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലേക്ക് വേര് പോകുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുന്നത് നിത്യവൃക്ഷങ്ങൾക്ക് തുല്യമാണ് എന്ന് യെശയ്യാ പറയുന്നു. യഹോവയുടെ നടുതല എന്നും പേരാകും എന്ന് പറയുന്നുണ്ട്. നിത്യവൃക്ഷങ്ങൾ എന്ന് മാത്രമല്ല പ്രവാചകൻ പറയുന്നത്, യഹോവയുടെ നടുതല എന്നും പറയുന്നുണ്ട്. നടുതല എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യമുള്ള നല്ല തണ്ട് മാത്രമേ നമ്മൾ പുതുതായിട്ടൊരു ചെടിക്ക് വേണ്ടി വെട്ടി നടുന്നുള്ളൂ. അപ്പോൾ അത്ര നടുതലയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം മത്തായി 3:10 നമ്മൾ ഒരു വൃക്ഷത്തെ പറയുന്നത് അത് നല്ല ഫലം കായ്ക്കണമെന്ന് പറയുന്നുണ്ട്. നല്ല ഫലം കായ്ക്കണം. മത്തായി 3:10 ഇത് പറയുന്നത്. എല്ലാ വിശ്വാസിയും ഒരു വൃക്ഷത്തെ പോലെ നല്ല ഫലം കായ്ക്കണം. ഇവൻ നല്ല ഫലം കായ്ക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്? അല്ലാത്തവ വെട്ടി നശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. വെട്ടി തീയിലിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. വെട്ടി തീയിലിട്ട് കൊടുക്കണം. ഈ ചെടിയെ ശരിക്കും വളരുവാൻ പാകമാക്കുന്നത് ദൈവമാണ്. 1 കൊരിന്ത്യർ 3:6 പറയുന്നുണ്ട്, ഒരു ചെടിയെ വളരുവാൻ പ്രാപ്തമാക്കുന്നത് ദൈവം ആണ്. അപ്പോൾ തിരുവചനത്തിന് വിരുദ്ധമായ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിരസിക്കുക എന്നാണ്. അപ്പോൾ എന്തെല്ലാം ആചാരപരമായ വിശ്വാസമാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ നമ്മൾ തിരുവചനത്തിന് വിരുദ്ധമായ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിനെ നിരസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ കുരിശിൽ തറച്ചു. എന്താണ് കുരിശിൽ തറച്ചു എന്ന് പറയുന്നത്? കൊലോസ്യർ 2:11 മുതൽ 15 വരെയുള്ള ഭാഗത്ത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കൊലോസ്യർ 2:11 മുതൽ 15 വരെയുള്ള ഭാഗത്താണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്നത് നീക്കിക്കളയുകയും ചെയ്തു. ശരിക്കും അഡ്വൻറ്റിസ്റ്റുകാർക്കെതിരായിട്ട് മറ്റുള്ള സഭക്കാരുമൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാക്യമാണ് ഇത് പറഞ്ഞ എല്ലാം ക്രൂശിൽ തറച്ചു എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ക്രൂശിൽ തറച്ചത്? മത്തായി 27:37 യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസമ്മതം എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. പഴയ കാലങ്ങളിലൊക്കെ കുറ്റക്കാരെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അവർ ചെയ്ത കുറ്റങ്ങളൊക്കെ നാട്ടുകാരൊക്കെ കാണണം, അറിയണമെന്ന് കരുതി ആ കുറ്റങ്ങളെല്ലാം ഒരു ഭാഗത്ത് എഴുതി അവനെ ക്രൂശിൽ വെക്കുക പതിവാണ്. അതാണ് കുറ്റക്കാരെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ കുറ്റം എന്താണെന്ന് പൊതുജനം അറിയുന്നതിന് വേണ്ടി എഴുതി ക്രൂശിൽ വയ്ക്കുക. അതൊരു പതിവായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൂശിൽ തറച്ചത് എന്താണ്? ന്യായപ്രമാണമാണ്. മോശയുടെ ആചാരപരമായ ന്യായപ്രമാണമാണ് ക്രൂശിൽ തറച്ചത്. ഉറപ്പായിട്ടും കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കൊലോസ്യർ 2:11 അവിടെ പറയുന്നുണ്ട്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കൈകൊണ്ടല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? ഇത് ദൈവത്താൽ നടത്തപ്പെടുന്ന പരിച്ഛേദനയാണ്. അത് എല്ലാ വിശ്വാസിക്കും കർത്താവിൻ്റെ ക്രൂശും മരണവുമായി ബന്ധപ്പെട്ടതുമാണ്. ശരിക്കും അത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ശാരീരികമായ അല്ലെങ്കിൽ ജഡീകമായ പരിച്ഛേദനയെ അല്ല വാസ്തവത്തിൽ. അത് ശരിക്കും ക്രിസ്തുവാണ്. അത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. അത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് കൈകൊണ്ടല്ലാത്ത പരിശോധന കൊലോസ്യർ 2:11. ശരിക്കും അപ്പോസ്തലൻ ഈ ആന്തരിക മാറ്റത്തെ, ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുന്നത് ഒരു ആന്തരിക മാറ്റമാണ്. ഈ ആന്തരിക മാറ്റത്തെ അപ്പോസ്തലൻ പറയുന്നത് ജഡത്തിൻ്റെ പാപങ്ങളുടെ ശരീരം ഉരിഞ്ഞു കളയുകയും നിബഞ്ജനത്തിലൂടെയുള്ള സ്നാനവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്താണ്? ജഡത്തിൻ്റെ പാപങ്ങളുടെ ശരീരം അതങ്ങ് ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ സ്നാനപ്പെടുമ്പോൾ നിബഞ്ജനത്തിലൂടെയുള്ള സ്നാനവുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഈ സ്നാനത്തോട് നാം ക്രിസ്തുവിൻ്റെ മരണത്തോടും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടും നമ്മെ തന്നെ തിരിച്ചറിയുന്നു. അപ്പം നമ്മൾ സ്നാനപ്പെടുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ ക്രിസ്തുവിനെ അടക്കിയതുപോലെ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു. നമ്മൾ പൊങ്ങി വരുന്നത് അവൻ്റെ പുനരുത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു. അത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആചാരപരമായ ന്യായപ്രമാണങ്ങളിൽ പ്രത്യേകതരം നിബന്ധനകളുണ്ടായിരുന്നു. ഒരുപാട് പ്രത്യേക നിബന്ധനകൾ ഈ ആചാരപരമായ ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ കർത്താവിൻ്റെ ക്രൂശ് മരണം നമ്മെ ആചാരപരമായ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു. കർത്താവിൻ്റെ ക്രൂശ് മരണം നമ്മെ ആചാരപരമായ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ് വീണ്ടെടുത്തത്. ഈ ആചാരപരമായ ന്യായപ്രമാണം യഹൂദന്മാർക്കും വിജാതീയർക്കും ഇടയിലൊരു വേർതിരിവുണ്ടാക്കിയിരുന്നു. അപ്പം യഹൂദന്മാരെല്ലാം പരിച്ഛേദന ഏറ്റവരും അതൊരു ആചാരപരമായ ഒരു നിബന്ധനയായിരുന്നു. എന്നാൽ വിജാതീയർ പരിച്ഛേദന ഏൽക്കാത്തവരുമായിരുന്നു. അത് കാരണം അവരുടെ ഇടയിൽ അവർ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഒരു വലിയ വിടവുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ന്യായപ്രമാണത്തിൻ്റെ ഒരു ശിക്ഷാവിധിയുമില്ല. മനസ്സിലായില്ലേ? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ന്യായപ്രമാണത്തിൻ്റെ ഒരു ശിക്ഷാവിധിയും ഇല്ല.
അതിന് കാരണം എന്താ? ന്യായപ്രമാണം. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത്? അതിൻ്റെ കാരണം ന്യായപ്രമാണം ആവശ്യപ്പെട്ടതെല്ലാം കർത്താവ് നമുക്കായി ക്രൂശിൽ കൊടുത്തു തീർത്തു. അപ്പം പിന്നെ ഈ ആചാരപരമായ ഒരു ന്യായപ്രമാണത്തിന് നമ്മൾ അടിമകൾ അല്ല, അതിൽ നിന്നും കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. അതാണ് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൽ നാം പഠിച്ചത്. ഇനി ബുധനാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ നിഴലോ അതോ സത്തയോ, അതാണ് തലവാചകം. നിഴലോ അതോ സത്തയോ. അത് കൊലോസ്യർ 2:16 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ആഹാര കാര്യത്തിൽ ന്യായപ്രമാണത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ന്യായപ്രമാണത്തിൽ പ്രത്യേക നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതുപോലെ അംഗങ്ങൾ, സഭാ വിശ്വാസികൾ പിന്തുടരേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ യഹൂദ വിശ്വാസികൾ ഈ വിജാതീയ ക്രിസ്ത്യാനികളെ അടിച്ചേൽപ്പിച്ചു. അതാണ് ശരിക്കും ഈ ആഹാരത്തിലുള്ള നിബന്ധനകൾ പോലെ തന്നെ ആചാരപരങ്ങളായും ക്രിസ്തീയ വിശ്വാസികളെ യഹൂദന്മാർ അടിച്ചേൽപ്പിച്ചു. കൊലോസ്യർ 2:16 അതിൻ്റെ ഈ അടിച്ചേൽപ്പിച്ച് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായും പരിച്ഛേദനയാണ്. കൊലോസ്യർ 2:16 അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവിടെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകളെ യഹൂദന്മാർക്കിടയിൽ അവർ ആ സഭയിൽ വന്നപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ തുടർന്നിരുന്ന പരിച്ഛേദന നിർബന്ധമായിട്ട് കഴിക്കണമെന്ന് അവരെ വാശി പിടിപ്പിച്ചു. ആ ആചാരങ്ങളുടെ ഭാഗമാണ് പരിച്ഛേദന. ജ്ഞാനത്തിൻ്റെ കുത്തകാവകാശം, മനസ്സിലായില്ലേ? അത് അവർക്ക് മാത്രം, യഹൂദ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ യഹൂദ പരീശന്മാർക്കോ ശാസ്ത്രിമാർക്കോ ഒക്കെ മാത്രമേ ഈ ജ്ഞാനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അവരവരുടെ അവകാശമാക്കി എടുത്തിരുന്നു. പ്രത്യേകിച്ച് നോസ്റ്റിക് ചിന്താഗതി ഉണ്ടായിരുന്നവർ, ഈ നോസ്റ്റിക് ചിന്താഗതി ഉണ്ടായിരുന്നവർ ശരിക്കും അവർ ദൂതന്മാരെ കൂടെ, മാലാഖമാരെ കൂടെ ആരാധിച്ചിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ളവരെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു. അതിന് ഈ ദൂതന്മാരെ ആരാധിക്കുന്നതിൻ്റെ മെയിൻ കാരണം സൃഷ്ടിപ്പ് സമയത്ത് ഈ ദൂതന്മാരോട് ഈ സൃഷ്ടിപ്പിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പങ്കെടുത്തു എന്ന് അവരങ്ങ് വിശ്വസിക്കുക. അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് അവർ സന്തോഷം കണ്ടെത്തുക. എന്നാൽ അപ്പോസ്തലൻ അത് പറയുന്നത് കൊലോസ്യർ 2:3 പറയുന്നത് അവനിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഇരിക്കുന്നു. വേറെ ആരിലും അല്ല ഈ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഒക്കെ നിക്ഷേപങ്ങൾ ഇരിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നത് ഈ നോസ്റ്റിക് ചിന്താഗതിക്കാരിലല്ല, പകരം അതെല്ലാം ക്രിസ്തുവിലാണ് എന്ന്. ആചാരപരമായ ന്യായപ്രമാണ കാലത്തെ കാര്യങ്ങളെല്ലാം ഈ കൃപായുഗത്തിൻ്റെ നിഴലായിരുന്നു. കൃപായുഗത്തിലാണ് നാം ഇന്ന് താമസിക്കുന്നത്. ന്യായപ്രമാണത്തിലുണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളും എല്ലാം നിഴലായിരുന്നു. അതായത് അവയൊക്കെ യേശുക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. യാഗം അതെല്ലാം യേശുക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫോട്ടോയ്ക്ക് എന്താണ് പ്രസക്തി? ശരിക്കും ആ ആൾ നമ്മളുടെ ഇടയിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇല്ല എങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഫോട്ടോയ്ക്കൊരു പ്രസക്തിയും ഇല്ലാത്തതുപോലെ തന്നെയാണ്. പഴയ നിയമ നിഴലുകളുടെ എല്ലാം പൊരുൾ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവർ പറയുന്നത് ആഹാരവും പാനീയവും എന്നതെന്താ? ആഹാരവും പാനീയവും എന്ന് പറയുന്ന ഇസ്രായേൽ ജനം ആലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ പാനീയ വഴിപാടുകളാണ് ഈ അവിടെ പറയുന്നത്. നിങ്ങളെ ആരും വിധിക്കരുത്, ആഹാരപാനീയങ്ങളിലോ ഒന്നും നിങ്ങളെ വിധിക്കരുത് എന്ന് പറയുന്നത് ആ ഇസ്രായേൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് ആലയത്തിൽ അവർ കൊണ്ടുവന്ന വഴിപാടുകളാണത്. ഹോശിയ 2:11 പറയുന്നത് ആചാരപരമായ ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം,
അമാവാസികൾ, ശബത്തുകൾ, അത് ആചാരപരമായ ശബത്തുകളാണ്. അതൊക്കെയാണ് നിഴലായിട്ടുള്ളത്. അവർക്കുണ്ടായിരുന്ന ഈ അമാവാസികൾ, അതിൻ്റെ കൂടെ അവർ ആചരിച്ചിരുന്ന ശബത്തുകൾ, അതൊക്കെ ആചാരപരമായ ശബത്തുകളും ഒക്കെയായിരുന്നു. അതെല്ലാം നിഴലുകൾ തന്നെയാണ്. എന്നാൽ 7-ാം ദിന ശബത്ത് ഇതുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. അത് പാപത്തിന് മുമ്പ് ഏദൻ തോട്ടത്തിൽ സ്ഥാപിതമായതാണ്. ആയതിനാൽ അത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടിന് ശേഷം അത് ഒരിക്കൽ പോലും നീക്കപ്പെട്ടിരുന്നില്ല. ഒരു കാലത്ത് ശബത്ത് നിഴലുകളായിരുന്നില്ല. അത് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ച് അവൻ ആരാധിക്കുവാൻ കൊടുത്തതാണ്. അത് നിഴലുകളായിരുന്നില്ല. അതുകൊണ്ട് അതൊരിക്കൽ പോലും മാറ്റപ്പെട്ടിട്ടില്ല. നാം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, വ്യാഴത്തെ ഭാഗത്തിൽ വരുമ്പോൾ, മനുഷ്യരുടെ കൽപ്പനകൾ, കൊലോസ്യർ 2:20 മുതൽ 23 വരെയുള്ള ഭാഗത്ത് മനുഷ്യരുടെ കൽപ്പനകൾ എന്ന ആ ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് വ്യാഴാഴ്ചത്തെ പാഠം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മ ഭാവിക്കുന്നതിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്കും ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനും അവ പ്രയോജനം ഉള്ളതല്ല. അപ്പോസ്തലൻ വളരെ ശക്തിയുക്തം മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ, ബാക്കി വരുന്ന നിങ്ങളോട് പറയുന്ന അരുത് 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 എന്ന് പറയുന്ന പഴയ നിയമകാലത്തെ കാര്യങ്ങളൊക്കെ അത് ഒരു പ്രയോജനവുമില്ലാത്തതാണ്. ചുമ്മാ വെറുതെ ജ്ഞാനത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുന്നതാണ്. അതോടുകൂടി ജഡാഭിലാഷം അടക്കുവാനോ ഒന്നും കഴിയുന്നതും അല്ല. ഇവിടെ എന്താ പറയുന്നതെന്നറിയാമോ? ഇവിടെ യഹൂദ ആചാരങ്ങളെ ലോകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ആയി നിലനിർത്തുന്നതിലുള്ള ആശങ്കയാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പോൾ യഹൂദ ജനം അവരുടെ ഈ ആരാധനകൾ, അവരുടെ ന്യായപ്രമാണത്തിലുള്ള ആചാരപരമായ കാര്യങ്ങളെല്ലാം ലോകത്തിൻ്റെ തത്വമായി അങ്ങ് നിലനിർത്തണം എന്നാണ് അവരുടെ ആഗ്രഹം. അതേക്കുറിച്ചുള്ള ആശങ്കയാണ് കൊലോസ്യർ 2:20 മുതൽ 23 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഭൗമിക കൂടാരം പോലെയാണ്, അതെല്ലാം മാറ്റപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ഇപ്പം ഭൗമിക കൂടാരമില്ലല്ലോ. അതുപോലെ ഈ ആചാരപരമായ ആ കാര്യങ്ങളെല്ലാം മാറ്റപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ പൗരത്വം എവിടെയാ? നമ്മൾ ഈ ഭൂമിയിലല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആചാരപരമായ നിയമങ്ങൾ അവയുടെ അവയുടെ കർമ്മങ്ങൾ നിർവഹിച്ചതിനാൽ ഇനിയും അത് ആവശ്യമില്ല. മനുഷ്യൻ്റെ ശുദ്ധീകരണം, അതുപോലെ തന്നെ പരിച്ഛേദന, അവൻ്റെ ഉത്സവങ്ങൾ, വാവുകൾ, അതൊന്നും ഇനി ആവശ്യമുള്ളതല്ല. കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം കർത്താവ് അതെല്ലാം നിർവഹിച്ചു. അതുകൊണ്ട് ഇനി മനുഷ്യനത് ആവശ്യമില്ലാത്തതാണ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എന്നിവയിലൂടെ എല്ലാ ചട്ടങ്ങളും നീങ്ങിപ്പോയി. ആചാരപരമായ നിയമങ്ങൾ അവയുടെ ധർമ്മങ്ങൾ നിർവഹിച്ചതിനാൽ അവ ഇനിയും ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എന്നിവയിലൂടെ എല്ലാ ചട്ടങ്ങളും നീങ്ങിപ്പോയി. ഏതിൽ കൂടിയാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ തന്നെ സ്വർഗാരോഹണം. അതിലൂടെ എല്ലാ ചട്ടങ്ങളും നീങ്ങിപ്പോയി. അതിനാൽ യഹൂദ ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട എല്ലാ ക്രിസ്ത്യാനികളും ഇനിയും ഈ ചട്ടങ്ങൾക്ക് വിധേയരല്ല. ശരിക്കും നാം നോക്കിയിരിക്കേണ്ടത് പഴയത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടാണ്? നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ആകാശത്തിനുമായിട്ടാണ് നാം നോക്കി പാർക്കുന്നത്. പഴയതൊന്നും പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പകരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം നോക്കി പാർക്കുന്നു. അപ്പോൾ ഇവിടെ സ്വേച്ഛാരാധനയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വമേധയാ കണ്ടുപിടിച്ച ആരാധനയാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ക്രമമുണ്ട്.
അതുകൊണ്ട് ആരും ഈ സ്വേച്ഛാരാധനയല്ല നടത്തേണ്ടത്. നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രമമനുസരിച്ചുള്ള ആരാധനയാണ് നടക്കേണ്ടത്. അപ്പം നോസ്റ്റിക് ചിന്തകരെ ദൂതന്മാരെ മധ്യസ്ഥർ എന്ന നിലയിൽ ആരാധിക്കുന്നു. അതോടൊപ്പം അവരെ താഴ്മ ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തെ ദണ്ഡിപ്പിക്കുക, ജഡാഭിലാഷം അടക്കുക, ഇവ ഉൾപ്പെടുന്നു. മനസ്സിലായില്ലേ? അത് ശരിക്കും നോസ്റ്റിക് ചിന്താഗതി അവരുടെ പുതിയ ആരാധന അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നാണ് ദൂതന്മാരെ ആരാധിക്കുന്നത്. പിന്നെ നമ്മുടെ ജഡാഭിലാഷം അമർത്തുക, മാത്രമല്ല ശരീരത്തെ ദണ്ഡിപ്പിക്കുക. ഉദാഹരണമായി ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് ഈ ആണിപ്പുറത്തൊക്കെ കയറി നിൽക്കുക, പിന്നെ വായും ചുണ്ടും നാക്കും എല്ലാം കൂടെ കൂട്ടി കമ്പി കയറ്റുക, സന്യാസം സ്വീകരിക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. താഴ്മ ഭാവിക്കുക എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവരാണെന്ന് അഭിനയിച്ച് കാണിക്കുക. എന്നാൽ വാസ്തവത്തിൽ അത് താഴ്മയല്ല, പിന്നെയോ അത് നിഗളത്തിൻ്റെ ഉടുപ്പണിഞ്ഞ താഴ്മയാണ്. അവർ വെറുതെ ഇങ്ങനെ കാണിക്കുന്ന താഴ്മ ഭാവിക്കുക എന്ന് പറഞ്ഞത് നിഗളത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഉടുപ്പണിഞ്ഞ താഴ്മയാണ്. ജഡാഭിലാഷം അടക്കുക എന്ന് പറഞ്ഞാൽ അത് ജഡാഭിലാഷം നിയന്ത്രിക്കുവാനുള്ള ഏക മാർഗം ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് വേറെ ഒരു മാർഗവുമില്ല. സന്യാസം അതൊന്നും ജഡാഭിലാഷം അടക്കുന്നതിനുള്ള മാർഗമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾക്ക് അതിൽ വിജയം നേടുവാൻ കഴിയും. അപ്പോൾ ശരിക്കും ഒരുവനിലുള്ള മൃഗസ്വഭാവം ഉണ്ടല്ലോ, ആ മൃഗസ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിന് ഒരു മൃഗത്തെ ബലി കഴിച്ചതുകൊണ്ട് അവൻ്റെ മൃഗസ്വഭാവം ഇല്ലാതാകുന്നില്ല. പകരം അവനിലുള്ള മൃഗത്തെയാണ് ബലി കഴിക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മൃഗസ്വഭാവത്തെ മാറ്റുന്നതിന് വേറൊരു മൃഗത്തെ ബലി കഴിക്കുന്നതിന് പകരം അവനിലുള്ള മൃഗത്തെ ബലി കഴിക്കണം. യഥാർത്ഥ ക്രിസ്ത്യാനി ഒരു കാത്തിരിപ്പ് ഉണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരു കാത്തിരിപ്പുണ്ട്, അത് അവൻ്റെ മുമ്പിലുണ്ട്. അത് നാം 2 പത്രോസ് 3:13 കാണുന്നുണ്ട്. എന്താണ് ആ കാത്തിരിപ്പ് എന്ന്? യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അവിടെ ഇപ്രകാരം അത് വായിക്കുന്നു: എന്നാൽ നാം അവൻ്റെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി കാത്തിരിക്കുന്നു. ഞാൻ വീണ്ടും വായിക്കാം: എന്നാൽ നാം അവൻ്റെ വാഗ്ദാനപ്രകാരം നീതി വസിക്കുന്ന ഒരു പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി നോക്കി കാത്തിരിക്കുന്നു. ഈ കാത്തിരിപ്പ് അന്വർത്ഥമാകുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അതാണ് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വിനയത്തോടുകൂടി വരുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ പാഠം കേട്ട എല്ലാ ശ്രോതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവഭാഗത്തു നിന്ന് ചിന്തിക്കുവാനും ദൈവസ്നേഹത്തിലായി തീരുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവിനെയൊക്കെ മുന്നോട്ട് കാണുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. എല്ലാറ്റിനും ഒരു കർത്താവെ നീതി വസിക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി നോക്കി പാർക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. മാനവും മഹത്വവും അങ്ങെടുത്ത് ഒടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.